എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ഛാ ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ അച്ഛാ, ഇന്ന് എന്താണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ നമ്മുടെ നല്ലൊരു പെസ്റ്റിസൈഡ്, അതായത് കീടനാശിനി വ്യൂവേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഇതെല്ലാം നമ്മുടെ ഈ 3 ഐറ്റം ഞാൻ കാണിച്ചു തരാൻ പോകുന്ന 3 ഐറ്റം വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വെളുത്തുള്ളി ഒരു ചുള വേണ്ട നമുക്ക്. ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഒരു 3 ചുള എടുക്കുള്ളൂ. ഓക്കെ കേട്ടോ, കൊണ്ടുവച്ചേ ഉള്ളൂ. അതുമാതിരി തന്നെ ഒരു ചെറിയ ഉള്ളി. ഓക്കെ, സാധാരണ പറയുന്നത് നമ്മൾ സവാള കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ലിക്വിഡ് സോപ്പ്, അടുക്കളയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 ചുള ഞാൻ ഇതിന്ന് എടുക്കുള്ളൂ. ഓക്കെ, ഇത് ഒരു അരമുറി എടുത്താലും മതി. ഇങ്ങനെ ചെറിയ സവാള വെച്ചാൽ ഒരു ചെറിയ സവാള ഫുൾ എടുക്കാം. പെസ്റ്റിസൈഡ് ആണല്ലോ, കുറച്ച് മതി. ഇത് ഒരു ടീസ്പൂൺ കേട്ടോ. ഓക്കെ, അത്രയും വേണം. എന്നിട്ട് നമ്മൾ പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഈ 3 ചുളയിൽ നമ്മൾ എടുത്തിട്ട് ചതയ്ക്കും. അതിനോടൊപ്പം തന്നെ ഇവനെയും ചതയ്ക്കുന്നു. ഓക്കെ, ഒരെല്ലിട്ട് ചതയ്ക്കുന്നു. നമ്മുടെ ഇടിമുട്ടി ഉണ്ടല്ലോ, അതിലിട്ട് ചതയ്ക്കുന്നു. ഓക്കെ, അതിനോടൊപ്പം നമ്മൾ അതിന് രണ്ടിനും നന്നായിട്ട് ബോയിൽ ചെയ്യുന്നു. ഓക്കെ, അത് നന്നായി വേവണം. ഇതിൻ്റെ ആ എസൻസ് ഒക്കെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിട്ടണം വെള്ളത്തിൽ. എന്നിട്ട് തണുപ്പിക്കാൻ വെക്കുക. അതായത് ഇതിപ്പോൾ നമ്മൾ ഇത് തിളപ്പിക്കുന്ന സമയത്ത് ഒരു 1 ലിറ്റർ വെള്ളം എടുത്തോണ്ട്, ഓക്കെ, ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഇതിന് 2 ലിറ്റർ നന്നായി തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വെക്കുക. നന്നായി വെട്ടി തിളച്ചതിന് ശേഷം ആ കളർ തന്നെ മാറും. ഇതിൻ്റെ ഇളക്കെ വെളുത്തുള്ളിയും ഇതിൻ്റെ ആകുമ്പോൾ ചെറുതായിട്ട് ഒരു ചെറിയ കളർ വ്യത്യാസം വരും. ഒരു ബ്രൗണിഷ് കളർ വരും. ആ സമയത്ത് ഇവനെ മാറ്റി വെച്ചതിന് ശേഷം, തണുത്തതിന് ശേഷം 1 ടീസ്പൂൺ ലിക്വിഡ് സോപ്പും കൂടി ആഡ് ചെയ്യാം. 1 ലിറ്റർ വെള്ളത്തിനാണ് ഞാൻ പറയുന്നത്. 1 ലിറ്റർ. എന്നിട്ട് അവൻ എന്ത് ചെയ്യണം, നമ്മൾ നന്നായി തണുത്തതിന് ശേഷം 1:3 റേഷ്യോയിൽ ഇവന് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം നിറപ്പിക്കണം. അതേ ഡയറക്റ്റ് അതിനോട് പോയിട്ട് സ്പ്രേ ചെയ്യേണ്ട. ഓക്കെ, ഇത് വളരെ ഉപയോഗപ്രദം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ പയറിൻ്റെ മേലേക്കാണ് ചാഴി, പിന്നെ ഈ വെള്ളീച്ച, അതായത് ഈ മുളകിൻ്റെ പുറകിലൊക്കെ കാണും. ഇലയുടെ ചില ചടിച്ച് മറച്ചു നോക്കി കഴിഞ്ഞാൽ വെളുത്ത പൊടി പോലെ അങ്ങനെ കാണാം. അതുമായി ചാഴി, പ്രാണികൾ, ഇതൊക്കെ അകന്ന് നിൽക്കും. ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും സ്മെല്ലങ്ങ് വരുമ്പോൾ അവയൊക്കെ ഓടി ഒളിക്കും. ഒപ്പം അതിനോടൊപ്പം തന്നെ കാഷ്യൂ സോഡ അടങ്ങിയിട്ടുള്ള നമ്മുടെ സോപ്പും. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇതുകൂടി ഞാൻ കാണിച്ചു കേട്ടോ. തോലിരുന്നാലും കുഴപ്പമില്ല അല്ലേ? ഇല്ല, തോലിരുന്നാൽ കുഴപ്പമില്ല. ഇത് അച്ഛൻ ചെറുതാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അതിൻ്റെ എസൻസ് ഒക്കെ ഇറങ്ങി കിട്ടും. ഓക്കെ, എന്നിട്ട് ചതക്കല്ലേ? എന്നിട്ട് ചതക്കേണ്ട ആവശ്യമില്ല. ഇവനെ ചതക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ചതച്ചാൽ മതി. ഓക്കെ കേട്ടോ. ഇതങ്ങോട്ട് ചൂടാകുമ്പോണ്ടല്ലോ അതിൻ്റെ എല്ലാ എസൻസും അതിനോട് ഇറങ്ങി കിട്ടും. ഓക്കെ, കളറൊക്കെ മാറിയില്ലേ? കളറൊക്കെ മാറി, ഒരു തവിട്ട് നിറയില്ലേ, ബ്രൗൺ കളർ. അതെ. ഓക്കെ, അപ്പം നമ്മുടെ പെസ്റ്റിസൈഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഞാൻ ബോയിൽ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കളറൊക്കെ മാറിയില്ലേ? തവിട്ട് നിറയില്ലേ? ഓക്കെ, അപ്പം ഞാൻ ഇതിൽ എന്ത് ചെയ്യുന്നു, ഒരു ടീസ്പൂൺ നമ്മുടെ ലിക്വിഡ് സോപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അടിക്കുന്ന സമയത്തുണ്ടല്ലോ 1:3 റേഷ്യോയിൽ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യണം. കാരണം ഇത് നല്ല ഹാർഡാണല്ലേ. അപ്പോൾ ഡയറക്റ്റ് ഈ റേഷ്യോയിൽ നമുക്ക് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് സ്മെല്ലിൻ്റെ പ്രശ്നം ഉണ്ടാവും. സ്മെല്ല് വീടിൻ്റെ അടുത്തുള്ള ചെറിയ ചെടികൾക്കൊന്നും അടിക്കണ്ട. ചെറിയ സ്മെല്ലുണ്ടാവും. ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ സ്മെല്ല് വീട്ടിലേക്ക് ചെറിയ വീടൊക്കെ ആകുമ്പോൾ അടുത്ത് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ബാഡ് അകത്തേക്കും കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറമ്പിലടിക്കുക കേട്ടോ ചെടികൾക്ക്. ഈ പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മുടെ ഈ നമ്മളെ പയറിനൊക്കെ ഉണ്ടല്ലോ, ചാഴി വളരെ ബെസ്റ്റാണ്. അത് ശരി. അതുമാതിരി കായ്ച്ച, അതുമാതിരി തന്നെ നമ്മുടെ വെള്ളീച്ച, വെളുത്ത നിറത്തുള്ള മുളകിന്റെ പ്രാണികളൊക്കെ. അപ്പൊ അതിനൊക്കെ വളരെ ബെറ്റർ കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ഇത് എടുത്തു വെക്കണം നമ്മളിപ്പം. ഇത് ചെറിയൊരു ചൂടുണ്ട്. അപ്പൊ ചൂട് ആറിക്കോട്ടെ. ചെറിയൊരു ചൂട് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ തണുപ്പിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ 3 ഇരട്ടി വെള്ളം ആഡ് ചെയ്യും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 750-800 ml ഉണ്ട്. ഞാൻ 1 ലിറ്റർ വെച്ചാണ് നന്നായി ചൂടാക്കി. ചൂടാക്കി കുറച്ച് കുറഞ്ഞു നല്ലോണം തിളപ്പിക്കണം. നന്നായി തിളപ്പിക്കണം. അതിൻ്റെ എസൻസ് ആയിരിക്കേണ്ട ഇറങ്ങുള്ളൂ. വെളുത്തുള്ളിൻ്റെ ഉള്ളിൻ്റെ കേട്ടോ.
കുറച്ച് തോലും ഒക്കെ കിട്ടിയാലും ഉള്ളി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇടിക്കുക. ഓക്കെ ഓക്കെ. ഞാൻ ഉള്ളിനെ കട്ട് ചെയ്തു, വെളുത്തുള്ളിനെ ഇടിച്ചു, എന്നിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടാണ് തിളപ്പിച്ചത്. ഓക്കെ. ചൂടാറിയതിനു ശേഷം ഞാൻ ഒരു സ്പൂണ് നമ്മുടെ ലിക്വിഡ് സോപ്പ് ആഡ് ചെയ്തു. ഇതിൽ 1:3 റേഷ്യോയിൽ നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്തിട്ട് ചെടികളൊക്കെ അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാ കീടങ്ങളും, പാറ്റകള്, പുഴുക്കള്. പിന്നെ ഈ സ്മെല്ലിന്റെ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെ, വേറെ ഒരുപാട് പെസ്റ്റിസൈഡ് ഞങ്ങൾ ചാനലിൽ അപ്പോൾ അതിൽ അതൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ. അച്ഛാ ഒരു ടാറ്റ പറഞ്ഞു. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് സാധനം ഇഷ്ടപ്പെട്ടാൽ അടിച്ച് നോക്കുക. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.